ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് കാണിക്കാം. 25 വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ കുറച്ചധികം പ്ലാന്റ് കയ്യിലുണ്ട്. അപ്പോൾ മുഴുവനായിട്ടും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. സെക്കൻഡ് പാർട്ട് കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലോ മെയിൻ്റനൻസിലുള്ള ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ വെറൈറ്റി നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന പ്ലാന്റ് ഡിസ്റ്റീഡിയ വെറൈറ്റിയാണ്. ഡിസ്റ്റീഡിയയുടെ വെരിഗേറ്റഡ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ തന്നെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇത് സ്ലോ ഗ്രോത്ത് ആയ ഒരു പ്ലാന്റ് ആണെങ്കിലും ഹാങ്ങിങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണിത്. ഇത് ഞാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 5-8 മാസം ആവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു മാസമായിട്ടേ ഉള്ളൂ ഇതിനൊക്കെ പുതിയ ഇലകളൊക്കെ വരാൻ തുടങ്ങിയിട്ട്. വെച്ചപ്പോൾ മുതൽ അങ്ങനെ തന്നെ ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ നല്ലൊരു പ്ലാന്റ് ആണിത്. നമ്മൾ അടുത്തുള്ള എല്ലാ നഴ്സറികളിലും കിട്ടും. പെട്ടെന്ന് ചീത്തയൊന്നും ആവില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ നന കൊടുത്താലും കുഴപ്പമില്ല. നല്ലൊരു പ്ലാന്റാണിത്. നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് വാട്ടർ പെന്നി വട്ടാണ്. ഇതിന് ചൈനീസ് മണി പ്ലാന്റ് എന്ന് നഴ്സറിക്കാർ പറയാറുണ്ട്. പക്ഷേ ഇത് ചൈനീസ് മണി പ്ലാന്റ് അല്ല, വാട്ടർ പെന്നി വട്ടാണ്. അപ്പോൾ ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി പ്ലാന്റാണ്. എനിക്കിതിൻ്റെ ബൊട്ടാണിക്കൽ നെയിമൊന്നും അറിയില്ല. അപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിലുണ്ട്. നല്ലൊരു പ്ലാന്റാണ്. നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന പ്ലാന്റാണ്. പോണ്ടിലൊക്കെ വെള്ളം നിറച്ച് വളർത്താനും ഈസി ആയിട്ട് നല്ല ഗ്രോ ഉള്ള പ്ലാന്റാണിത്. മൂന്നാമത്തെ പ്ലാന്റ് ഡയമണ്ട് ഹേർട്ട് എന്നാണ് ഇതിന് പറഞ്ഞത് നഴ്സറിയിൽ നിന്ന് ഞാൻ വാങ്ങിക്കുമ്പോൾ. ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ലീഫ് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഹേർട്ട് ഷേപ്പിലുള്ള വെരിഗേറ്റഡ് ലുക്കിലുള്ള നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണ്. ഫാസ്റ്റ് ഗ്രോത്ത് ഉള്ള ഒരു പ്ലാന്റാണിത്. ഞാൻ ഇതിന് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നന കൊടുക്കാറുള്ളത്. ഇതിൻ്റെ വാട്ടറിങ് എനിക്കറിയില്ല. പക്ഷെ ഇത്ര നാളും നല്ല ചീത്തയാതെ തന്നെ നിന്നിട്ടുണ്ട്. നാലാമത്തെ പ്ലാന്റ് ഫിറ്റൂണിയാണ്. ഫിറ്റൂണിയ ഹാങ് ചെയ്ത് വളർത്താനും നമുക്ക് പോട്ടിൽ വളർത്താനും ഒരു ലോ ഷെയ്ഡിൽ വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് ഫിറ്റൂണിയ. ഇതിന് നെർവ് പ്ലാന്റ് എന്ന് പറയുന്ന കേൾക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു പ്ലാന്റാണ്. നേരിട്ടുള്ള സൂര്യപ്രകാശം ഇതിന് ഏൽക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതും വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് ഡെയിലി വാട്ടറിങ് ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് കെയർ കൊടുത്തു കഴിഞ്ഞാൽ നന്നായി വളർത്താൻ പറ്റുന്നൊരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് ഫിറ്റൂണിയ. അഞ്ചാമത്തെ പ്ലാന്റ് ഒരു ഫേണാണ്. ഈ ഫേണിൻ്റെ ശരിക്കുള്ള പേരെനിക്കറിയില്ല. അപ്പോൾ ഇതും ഷെയ്ഡുള്ള ഫേൺ, എല്ലാം ഷെയ്ഡിൽ വളർത്താൻ പറ്റുന്നതാണ്. നേരിട്ടുള്ള സൂര്യപ്രകാശം ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ് ഫേണ്. അപ്പം ഇത് ഹാങ് ആയിട്ട് വളർത്താനും നമുക്ക് ചട്ടിയിൽ തിക്കി വളർത്താനും പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഫേണ്. ആറാമത്തെ പ്ലാന്റ് ഒരു ഫേൺ തന്നെയാണ്. ഇത് ബോസ്റ്റൺ ഫേൺ എന്നറിയപ്പെടുന്ന ഒരു ലൈറ്റ് ഗ്രീൻ ലീഫായിട്ട് വരുന്നൊരു ഫേണാണ്. ഇതും ഹാങ് ചെയ്ത് വളർത്താൻ പറ്റിയ ഒരു അടിപൊളി ചെടി തന്നെയാണിത്. ഫേൺസിനൊന്നും നമ്മൾ മണ്ണ് അധികം ഡ്രൈ ചെയ്യാൻ വിടരുത്. ഡ്രൈ ആയി പോകുമ്പോൾ ഇത് ലീഫൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഡെയിലി നനച്ചു കൊടുക്കുക. ഏഴാമത്തെ പ്ലാന്റ് വാട്ടർമെലൺ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഗ്രീൻ വെരിഗേറ്റഡ് ലീഫും വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഡാർക്ക് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് കുറച്ചുകൂടി നന്നായിട്ട് തിക്കായി വളരണം. ഇത് വെച്ചിട്ട് അത്രേ ആയിട്ടുള്ളൂ. അപ്പം ഇതും ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ്. എട്ടാമത്തെ പ്ലാന്റ് ടേർട്ടിൽ വൈൻ ആണ്. കോമൺ ആയിട്ട് എല്ലാവരുടെ കയ്യിലും കാണുന്ന ഒരു പ്ലാന്റ് ആണ് ടേർട്ടിൽ വൈന്. അപ്പോൾ ഇത് കുറച്ച് മോശമായി തുടങ്ങി, റീപ്ലാന്റ് ചെയ്യാൻ ടൈമായി. അപ്പം ഇതും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഒമ്പതാമത്തെ പ്ലാന്റ് വാട്ടർമെലൺ പ്ലാന്റിൻ്റെ ഒരു കുഞ്ഞു വെറൈറ്റിയാണ്. ഇതിൻ്റെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല. പത്താമത്തെ പ്ലാന്റ് ഫിലോഡ്രൻഡൻ ആണ്. ഫിലോഡ്രൻഡൻ്റെ ഏത് വെറൈറ്റിയാണെന്ന് അറിയില്ല. അപ്പോൾ ഇതും ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റാണ് ഫിലോഡ്രൻഡൻ. ഹാങ് ചെയ്ത് ഇട്ടാൽ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇത് കാണാൻ.
മണി പ്ലാന്റിൻ്റെ ഷേപ്പ് ഉണ്ടെങ്കിലും ഇതിൽ കുറേ പേര് മണി പ്ലാന്റ് എന്നൊക്കെ പറയും. ഇത് മണി പ്ലാന്റ് അല്ല, ഫിലോഡ്രൻ്റെ വെറൈറ്റിയാണ്. ഇതിൻ്റെ കുറച്ച് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്, അടുത്ത വീഡിയോയിൽ കാണിക്കാം. പതിനൊന്നാമത്തെ വെറൈറ്റി ഒരു പോത്തോസാണ്. ഇത് ഗോൾഡൻ പോത്തോസാണ്. അപ്പോൾ ഇത് ഞാൻ വെച്ചിട്ടുള്ളത് ഒരു ചകിരി കൊണ്ടുള്ളൊരു പോട്ടിലാണ്. അപ്പോൾ ആ പോട്ട് അതിന് ഇഷ്ടമായെന്ന് തോന്നുന്നു. പെട്ടെന്ന് വളരുന്നുണ്ട്, വെച്ചിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പം ഇത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അപ്പോൾ 12ാമത്തെ പ്ലാന്റ് ഒരു ഫിലോഡ്രൻ്റെ വെറൈറ്റി തന്നെയാണ്. ഇത് ശരിക്കും മണി പ്ലാന്റിൻ്റെ ലീഫ് പോലെ തന്നെയാണ് ഇതിൻ്റെ ലീഫ്. പെട്ടെന്ന് വളരുന്നൊരു പ്ലാന്റാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് നട്ട് വളർത്താൻ നോക്കുക. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. പതിമൂന്നാമത്തെ പ്ലാന്റ് പേർപ്പിൾ ടർട്ടിൽ വൈൻ ആണ്. ഇതിന് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം ഇതും ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഈസി പ്രൊപ്പഗേറ്റ് ആണ് ഇതിൻ്റെ. ഇതും കുറച്ച് വെള്ളം കൊടുത്താൽ മതി, അധികം വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് ആണ് പേർപ്പിൾ ടർട്ടിൽ വൈൻ. 14ാമത്തെ പ്ലാന്റ് സ്പാനിഷ് മോസ് ആണ്. അപ്പോൾ ഇതിന് മണ്ണും വളവും ഒന്നും വേണ്ടാണ്ട് എയറിൽ വളരുന്നൊരു പ്ലാന്റ് ആണ് സ്പാനിഷ് മോസ്. ഇതിനധികം സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഷെയ്ഡിലാണിത് വെച്ചിട്ടുള്ളത്. ഇതിന് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഞാൻ നനച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതൊരു ഗ്രീൻ ഷെയ്ഡ് കാണിക്കും. അല്ലാതെ ഇത് ജീവനുണ്ടോയെന്നൊന്നും അറിയാൻ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഇതും ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. പതിനഞ്ചാമത്തെ പ്ലാന്റ് സിൽവർ പ്ലാന്റ് ആണ്. ഇതിന് സിൽവർ പ്ലാന്റ് എന്നാണ് എനിക്കറിയാവുന്നത്. വേറെ പേര് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതും കുറച്ച് ആയിട്ടുള്ളൂ വെച്ചിട്ട്. ഫാസ്റ്റ് ഗ്രോത്ത് ഉള്ളൊരു പ്ലാന്റ് തന്നെയാണ് സിൽവർ പ്ലാന്റ്. ഇതൊക്കെ അധികം സൂര്യപ്രകാശം ഇഷ്ടപ്പെടാത്ത ചെടികളാണ്. 16ാമത്തെ പ്ലാന്റും പേരറിയാത്ത ഒരു ചെടിയാണ്. ഇതും ഞാൻ ടർട്ടിൽ വൈൻ വാങ്ങിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു തൈ കിട്ടിയതാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ വളരട്ടെ എന്ന് വിചാരിച്ച് ഒരു പോട്ടിൽ ഇങ്ങനെ വെച്ചു. ഇത് ഹാങ് ചെയ്തിട്ട് നല്ലൊരു പോട്ടിലേക്ക് ഇനി മാറ്റണം. ഇതും പെട്ടെന്നൊന്നും മരിച്ചു പോകാത്ത ഒരു നല്ലൊരു ചെടിയാണിത്. അപ്പോൾ എപ്പോൾ ഈ ഗ്രീനറി ഉണ്ടാവും. ഒന്ന് വെള്ളം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, വേറെ വളമൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല അതിന്. അപ്പം ഇതും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. 17ാമത്തെ പ്ലാന്റ് ടാങ്കിൾഡ് ഹേർട്ട് എന്ന് പറയുന്ന ഒരു അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിനും നേരിട്ടുള്ള സൂര്യപ്രകാശം അത്ര ഇഷ്ടമല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ ഒരു കുറച്ച് യെല്ലോ ഷെയ്ഡ് വരാൻ തുടങ്ങി. ഇനി ഇതൊന്ന് റീപ്പോർട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം നമുക്ക്. ഇതിൻ്റെ തണ്ട് വെച്ചാൽ തന്നെ ഇഷ്ടം പോലെ പുതിയ ചെടികൾ വരും. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കേണ്ടെന്നേ ഉള്ളൂ. കുറച്ച് ലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വളരും. പതിനെട്ടാമത്തെ പ്ലാന്റ് എപ്പിസിയ എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിന് ഫ്ലെയിം വയലറ്റ് എന്ന പേരുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈസി പ്രൊപ്പഗേഷനും ഈസി ഗ്രോത്തും ഉള്ള ഒരു നല്ല പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിൻ്റെ തണ്ടിൽ നിന്നാണ് പുതിയ തൈകൾ മുളച്ച് വരുന്നത്. അത് നമുക്ക് വേറൊരു പോട്ടിലേക്ക് കട്ട് ചെയ്ത് നടാം. പിന്നെ ഇതിന് നല്ലൊരു റെഡ് ഫ്ലവറും ഉണ്ടാവും. ഇത് കുഞ്ഞു പ്ലാന്റ് ആയതുകൊണ്ടാണ് ഫ്ലവർ കൂടുതലില്ലാത്തത്. അപ്പോൾ തൈകൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്ത് വളർത്താനും പറ്റുന്ന ഒരു അടിപൊളി ചെടിയാണ്. ഇതിനും നല്ല ആവശ്യത്തിന് വെള്ളം കൊടുത്താൽ നന്നായിട്ട് വളരും. ഓവർ വാട്ടറിങ് ഇഷ്ടപ്പെടില്ല. അധികം സൂര്യപ്രകാശം ഏൽക്കാത്ത രീതിയിൽ ഹാങ് ചെയ്തിട്ടാൽ നന്നായി വളർത്താൻ പറ്റുന്ന നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് എപ്പിസിയ.
29ാമത്തെ പ്ലാന്റ് എപ്പിസിയുടെ തന്നെ വയലറ്റ് വെറൈറ്റി ആണ്. ഗ്രീൻ ലീഫിനെക്കാട്ടിയും കുറച്ചും കൂടെ തിളക്കമുള്ള ഇലകളാണ് വയലറ്റിൻ്റേത്. ഇതിന് വയലറ്റ് ഫ്ലവറാണുള്ളത്. അപ്പോൾ ഇത് ഞാനൊരു തൈയാണ് വെച്ചത്. അപ്പോൾ ഇനി തണ്ടിൽ നിന്ന് മുളച്ച് വരുന്ന തൈകൾ ഈ ചട്ടിയിൽ തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബുഷായിട്ട് വളർന്നോളും. നന്നായിട്ട് തിങ്ങി വളർന്നാൽ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ ഈ ചട്ടിയുടെ സൈഡിലൊക്കെ ഇതിൻ്റെ തണ്ടുകളിന് കുത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് എപ്പിസിയുടെ വയലറ്റ് വെറൈറ്റിയും. 20ാമത്തെ പ്ലാന്റ് വാൻഡറിഞ്ചി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു പ്ലാന്റ് ആണ് വാൻഡറിഞ്ചിയും. അപ്പോൾ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതും തണ്ട് കട്ട് ചെയ്ത് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ലോ മെയിൻ്റനൻസിൽ വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ് ആണ് വാൻഡറിഞ്ചിയും. ഇതിൻ്റെ പല കളറ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ 2 ഷെയ്ഡാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ രണ്ടും ഞാൻ കാണിക്കാം. ഇരുപത്തൊന്നാമത്തെ പ്ലാന്റ് വാൻഡറിഞ്ചിയുടെ വൈറ്റും ഗ്രീനും ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ അടിഭാഗം പേർപ്പിൾ കളർ തന്നെയാണ്. അപ്പോൾ ഇതും എനിക്ക് ചെറിയൊരു പീസാണ് കിട്ടിയത്. അപ്പോൾ ഇത് ഞാൻ വേറൊരു പോട്ടിലേക്ക് ഇനി മാറ്റി വെക്കണം. നന്നായിട്ട് ഹാങ് ചെയ്ത് വളരുന്ന വയലറ്റിനെക്കാട്ടിയും കുറച്ചും കൂടെ വലിയ ലീഫാണ് ഇതിൻ്റേത്. വയലറ്റ് കുറച്ച് ചെറിയ ലീഫാണ്. ഇരുപത്തിരണ്ടാമത്തെ പ്ലാന്റ് സ്വീറ്റ് പൊട്ടറ്റോ വൈനാണ്. ഇത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയുടെ പേർപ്പിൾ കളർ, സ്വീറ്റ് പൊട്ടറ്റോയുടെ ഗ്രീൻ വെറൈറ്റി ഉണ്ട്. ഇത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റും ആണ്. പോരാത്തതിന് ഇത് ക്ലൈംബിംഗ് പ്ലാന്റായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. നല്ല ഭംഗിയാണ് ഇത് തിങ്ങി വളർന്നത് കാണാൻ. അപ്പോൾ ഇതും പെട്ടെന്ന് വളരുന്നൊരു പ്ലാന്റാണ്. ഇരുപത്തിമൂന്നാമത്തെ പ്ലാന്റ് ഒരു ജേഡ് പ്ലാന്റ് ആണ്. ഇതും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ജേഡ് പ്ലാന്റ് തന്നെ കുറ്റിയായിട്ട് വളരുന്നതും ഉണ്ട്, ഹാങ് ആയിട്ട് വളരുന്നതും ഉണ്ട്. ഇത് നല്ലോണം ഒരു ഹാങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ വെരിഗേറ്റഡ് ലീഫും വരുന്നുണ്ട്. ഇതും ഒരു സക്യുലൻ്റ് വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് ജേഡ് പ്ലാന്റ്. ഇരുപത്തിനാലാമത്തെ പ്ലാന്റ് പെഡിലാന്തസ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ്. ഇതിന് കേളി പിങ്ക് എന്നും പേരുണ്ട്. ഇതിൻ്റെ ലീഫിൻ്റെ തറ്റ ഭാഗത്ത് ഇങ്ങനെ പിങ്ക് ഷെയ്ഡ് വരും. പ്ലാന്റ് കുറച്ചുകൂടെ മെച്ചൂർഡ് ആകുമ്പോഴാണ് അങ്ങനെ വരുന്നതെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. പെഡിലാന്തസും ഈസി പ്രൊപ്പഗേഷനാണ്. തണ്ട് കട്ട് ചെയ്ത് മണ്ണിൽ വെച്ചാൽ തന്നെ പുതിയ തൈകൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇരുപത്തഞ്ചാമത്തെ പ്ലാന്റ് ഒരു പേരറിയാത്ത ചെടി തന്നെയാണ്. അപ്പോൾ ഇവിടെ നഴ്സറികളിലൊക്കെ ഇതിന് ഉള്ളിച്ചെടി എന്നൊക്കെ പറയാറുണ്ട്. ഇതിൻ്റെ ശരിക്കുള്ള പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിനൊരു കിഴങ്ങുണ്ട്. ആ കിഴങ്ങിൽ നിന്നാണ് പുതിയ തൈകൾ വരുന്നത്. അപ്പോൾ കൊലകളായിട്ടുള്ള ഫ്ലവറും ഉണ്ടാവും. വൈറ്റ് ഷെയ്ഡിലുള്ള ഫ്ലവറാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതും നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. നിറയെ ഒരു ചെടിയിൽ നിന്ന് തന്നെ നിറയെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഇത് ഞാനൊരു കുഞ്ഞു പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ചെടിയിൽ നിന്നാണ് ഇത്രയും ചെടികൾ, ഒരുപാട് ചെടികളുണ്ട് ആ ചെറിയ ചട്ടിയിൽ തന്നെ. അപ്പോൾ എനിക്കിങ്ങനെ തിങ്ങി വളരുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. നമുക്ക് മാറ്റി നട്ട് കഴിഞ്ഞാൽ കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വീണ്ടും വേണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.